എല്ലാവർക്കും സ്നേഹപൂർവ്വമുള്ളതായിരിക്കുന്ന സ്വാഗതം. നമ്മളിന്നൊരു കാലിക പ്രസക്തമായിരിക്കുന്ന മറ്റൊരു വിഷയം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ചർച്ച ചെയ്യാനായിട്ട്. മാറുന്ന സംസ്കാരവും മാറരുതാത്ത മൂല്യവും. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. ദയാഭായി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആലുവയിൽ വെച്ചിട്ട് അവരെ ഒരു ബസ്സിലെ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഒരു ചില്ലറയുടെ പ്രശ്നത്തിലാണ്, വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യത്തിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് അവരും മറ്റ് ആളുകളും പ്രതികരിച്ചതായിരിക്കുന്ന ഒരു കാര്യം, അവരുടെ വേഷം കണ്ടിട്ട് ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ നാടോടി സ്ത്രീ, ആദിവാസി സ്ത്രീ എന്ന നിലയിൽ പരിഗണിച്ച് ഇറക്കി വിട്ടു എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വായിച്ചത്. ദയാബായിയെ കുറിച്ച് നമുക്കറിയാം. പാലയിലുള്ളതായിരിക്കുന്ന മേഴ്സി മാത്യു എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കന്യാസ്ത്രീ. അപ്പൊ അവരുടെ ജീവിതത്തെ കുറിച്ച് അതിനുശേഷം ഈ സംഭവത്തോടനുബന്ധിച്ച് പറഞ്ഞത് ഞാൻ ഒരിക്കൽ കേട്ടു. അവര് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് അവര് ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നതായിരിക്കുന്ന സമയത്ത് ഈ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ അവരുടെ സ്വാഭാവികമായിരിക്കുന്ന വേഷം ധരിച്ചിട്ടാണ് ആദ്യമൊക്കെ അവരുടെ അടുത്ത് പോയത്. എന്നാൽ അവര് വേണ്ടത്ര സ്വീകാര്യത അവരുടെ ഇടയിൽ ലഭിച്ചില്ല. അതുകൊണ്ട് ഈ അവരുടെ വേഷവും അവരുടെ ആഭരണങ്ങളും ഒക്കെ ധരിച്ചപ്പോൾ ആ സ്വീകാര്യത ലഭിച്ചു എന്ന് അവര് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. സംസ്കാരം എന്നുള്ളതായിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ വിഷയം, മാറുന്ന സംസ്കാരം. സംസ്കാരത്തെ കുറിച്ച് നമുക്കറിയാം, അത് പ്രാഥമികമായിട്ടും വസ്ത്രധാരണം, നമ്മുടെ പെരുമാറ്റ രീതി, വസ്ത്രധാരണ രീതി, നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഇല്ലെങ്കിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന സമഗ്രമായിരിക്കുന്ന ഒരു പെരുമാറ്റ രീതിയെയാണ് നമ്മൾ സംസ്കാരം എന്ന് പൊതുവെ പറയാറുള്ളതെന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പ്രശ്നമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത, അത് കാലദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്ന ഒന്നാണ്. ചില നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ളതായിരിക്കുന്ന സംസ്കാരമല്ല ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന സംസ്കാരങ്ങൾ. അതിനൊക്കെ മാറ്റം വരും, ദേശങ്ങൾക്ക് അനുസരിച്ച് അത് വ്യതിയാനം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു സ്ഥായിയായിരിക്കുന്ന ഒരു മാനദണ്ഡമോ ഇല്ലെങ്കിൽ സ്ഥായിയായിരിക്കുന്ന സ്ഥിരമായി നമുക്ക് പറയാനായിട്ട് അടയാളപ്പെടുത്താൻ പറ്റുന്നതായിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഇല്ല എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതെപ്പോഴും സംസ്കാരം എന്ന് പറയുന്നത് മാറ്റത്തിന് വിധേയമാണ്. ഇന്ന് കാണുന്ന സംസ്കാരം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മുടെ വസ്ത്രധാരണം മാറും, നമ്മുടെ ചിന്താരീതികൾ മാറും, നമ്മുടെ പെരുമാറ്റ രീതികൾ, ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം സമൂലമായിട്ട് മാറും എന്നുള്ളതിന് നമുക്ക് ചരിത്രം സാക്ഷിയാണ്. എന്നാൽ ബൈബിളിലെ മൂല്യങ്ങൾ അത് കാലാതിശയായിട്ട് വർത്തിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് പറ്റും. കാലദേശങ്ങൾക്കനുസരിച്ച് അതിനൊരു വ്യതിയാനം ഇല്ല, അത് അങ്ങനെ വ്യത്യാസം വരുത്തുവാനായിട്ട് പറ്റുന്നതും അല്ല. അതിലെ ആചാരപരമായിരിക്കുന്ന കാര്യങ്ങൾ, സാമൂഹ്യ മര്യാദകളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അതിൻ്റെ മൂല്യങ്ങൾ എന്നുള്ളതിൽ തന്നെ ചില തർക്കങ്ങൾ ഇന്നത്തെ പല ആളുകളുമായിട്ട് ഉണ്ടെങ്കിൽ പോലും ബൈബിളിന്റെ മൂല്യങ്ങൾ അത് മാറാതെ നിൽക്കുന്നതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒന്ന് കടത്തി പറഞ്ഞുകൊള്ളട്ടെ, ആ വാക്ക് അങ്ങനെ തന്നെ പറയാം. മാറാത്തത് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളതിനെ മുറുകെ പിടിക്കേണ്ടത് മാറരുതാത്ത ഒരു അരുതായിട്ട്, മൂല്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് അനുവാദമില്ല എന്ന നിലയിൽ വേണമല്ലോ നമ്മളതിനെ കാണാൻ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ചില പ്രസക്തമായിരിക്കുന്ന ചിന്തകൾ, പ്രസക്തമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. പ്രിയ എബിചായൻ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കും. വളരെ സ്നേഹത്തോടെ എബിചായനെ ഈ വിഷയം അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള വിഷയം ഒരു പ്രത്യേകതയുള്ള വിഷയമാണ്. സാധാരണ ബൈബിളിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അത് എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ശീലമുള്ളവരാണ് നമ്മൾ. എന്നാൽ ഈ വിഷയം അങ്ങനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചാണ്, നമ്മുടെ സംസ്കാരമല്ല, പൊതുവെ സംസ്കാരത്തെക്കുറിച്ച്.
നമ്മൾ സംസ്കാരം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൾച്ചർ എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുന്നവർ എന്നുള്ള നിലയിൽ ഒരുപാടൊന്നും സംസാരിക്കാറില്ല. ഒരുപക്ഷെ ഒരിക്കലും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാത്തവരും ആകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം തന്നെ സംസ്കാരവും അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധമില്ലാത്ത ആരുമില്ല. ഈ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്വാധീനമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? അതിനെ നിർവചിക്കുക തന്നെ എളുപ്പമല്ല. അതിൽ ഒരു സാധാരണ ഒരാളുടെ കൾച്ചറിനെ കുറിച്ചല്ല പറയുക, ഒരു സമൂഹത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഏത് സമൂഹത്തെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത്, അവരെന്താണ് വിശ്വസിക്കുന്നത്, അവരുടെ മൂല്യങ്ങൾ, അവർ വിലമതിക്കുന്നത് എന്തൊക്കെയാണ്, അവരുടെ ധാർമ്മികത എന്താണ്, ശരി തെറ്റുകളെ കുറിച്ചുള്ള അവരുടെ വിചാരം എന്താണ്, ഇങ്ങനെയുള്ള മൂല്യങ്ങളും അറിവുകളും വിശ്വാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ, സാമൂഹിക ജീവിതത്തെ, സമൂഹ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതൊക്കെയാണ് കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ കൾച്ചറിൽ ഉൾപ്പെടാത്തത് എന്താണുള്ളത്? മതവും കൾച്ചറും ഒന്നാണോ എന്നുള്ള ചോദ്യമുണ്ട്. മതവും കൾച്ചറും വളരെ കൃത്യമായി പറഞ്ഞാൽ ഒന്നല്ല. എന്നാൽ ഒരാളുടെ മതം അദ്ദേഹത്തിൻ്റെ കൾച്ചറിനെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മതം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെ ആചാരങ്ങളെ, സംസ്കാരത്തെ തീർച്ചയായും ബാധിക്കും, സ്വാധീനിക്കും എന്നുള്ളതിന് സംശയമില്ല. ക്രിസ്തീയ മാർഗത്തെ ഗൗരവമായി എടുക്കുന്നവർ മനുഷ്യനെക്കുറിച്ച്, മനുഷ്യജീവിതത്തെക്കുറിച്ച് ഒക്കെ പഠിക്കുമ്പോൾ സോഷ്യോളജി, ആന്ത്രോപോളജി എന്നൊക്കെയുള്ള പേരിൽ ഈ കാര്യങ്ങൾ വളരെ നന്നായി പഠിക്കുന്നവരാണ്. നമുക്ക് വളരെ പരിമിതമായിട്ടാണ് ഇന്ന് ഈ വിഷയം ചിന്തിക്കാനുള്ളത്. സംസ്കാരം മാറുകയും എന്നാൽ ജീവിത മൂല്യങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക മൂല്യങ്ങൾ മാറാതിരിക്കുകയും ചെയ്യുക, ഇക്കാര്യമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, തുടക്കത്തിൽ മാറാത്തത് ദൈവം, സൃഷ്ടാവ്, മാറുന്നത് സൃഷ്ടി. മാറ്റമില്ലാത്തത് ദൈവത്തിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ അവിഭാജ്യ ഗുണങ്ങളിൽ ഒന്നാണ് മാറ്റമില്ലായ്മ, ഇംഗ്ലീഷിൽ ഇമ്മ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന ഗുണം. സാരാംശത്തിലും സത്തയിലും സ്വഭാവ ഗുണങ്ങളിലും ഒന്നും ദൈവത്തിന് മാറ്റമില്ല, മാറാൻ കഴിയുകയില്ല. കർത്താവായ യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ. തൻ്റെ മാറാത്ത ആ സ്വഭാവത്തെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം മാറാത്തവനായതുകൊണ്ടാണ് തൻ്റെ വാക്കുകൾ മാറാത്തത്, തൻ്റെ സ്വഭാവം മാറാത്തത്, നമ്മോടുള്ള തൻ്റെ ബന്ധം മാറാത്തത്, നാം നിലനിൽക്കുന്നത്. ദൈവം മാറുന്നില്ല എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ദൈവം സ്ഥിരമാക്കി വെച്ചിട്ടുള്ളവയൊന്നും മാറുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കണം. ദൈവം മാറുന്നില്ല, ദൈവം വാക്കു മാറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ബൈബിൾ, നാം വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, അതിലെ ആശയങ്ങൾക്കും വാക്കുകൾക്കും ഒന്നും മാറ്റമില്ല. കാരണം അതിൻ്റെ പിന്നിൽ ദൈവം, മാറ്റമില്ലാത്ത ദൈവമാണുള്ളത്. മാറുന്ന സംസ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാറാത്തവനായ ദൈവവും ദൈവം നിശ്ചയിച്ചിട്ടുള്ള മൂല്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത്
അക്കാര്യത്തിൽ വളരെ പ്രസക്തമാണല്ലോ. സംസ്കാരത്തെ അതിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ സംസ്കാരം മാറുന്നതാണ്. അതുകൊണ്ടാണ് പുരാതന സംസ്കാരം, മധ്യകാല സംസ്കാരം, നവീന സംസ്കാരം എന്നൊക്കെ നമുക്ക് സംസ്കാരത്തെ പഠിക്കാൻ തന്നെ, വേർതിരിച്ച് പഠിക്കുവാൻ തന്നെ സാധിക്കുന്നത്. മാറുന്ന സംസ്കാരം പഠിക്കുന്നത് സംസ്കാരത്തിൻ്റെ പരിണാമം, എവല്യൂഷൻ ഓഫ് കൾച്ചർ എന്നുള്ള പേരിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. വേറൊരു കാര്യം സംസ്കാരത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത് അതിൻ്റെ ആപേക്ഷികത, റിലേറ്റിവിറ്റി എന്നുള്ളതാണ്. കൾച്ചറൽ റിലേറ്റിവിസം എന്നൊക്കെ പറയും. ഇതൊക്കെ ചില ആളുകൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇന്നത്തെ ശരി നാളെ തെറ്റാകാം, ഇന്നത്തെ തെറ്റ് നാളെ ശരിയാകാം എന്ന് മലയാള സാഹിത്യത്തിൽ പറഞ്ഞത് മഹാകവിയാണെന്ന് തോന്നുന്നു, കുമാരനാശാനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയില്ല. കാരണം അദ്ദേഹം ആചാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, മൂല്യങ്ങളെക്കുറിച്ചല്ല. മൂല്യങ്ങൾ മാറുകയില്ല, എന്നാൽ ആചാരങ്ങൾ മാറാം. അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിൽ അതിൻ്റെ പിന്നിലുള്ള ചില മൂല്യങ്ങൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് പ്രായോഗികമായി പറഞ്ഞാൽ ഈ സാംസ്കാരിക മൂല്യങ്ങളെ ആചാരങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂല്യങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നത് അപകടകരമാണ്. എന്നാൽ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആചാരങ്ങളെ അവഗണിക്കുന്നത് തീർച്ചയായും ഭോഷത്വമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയുവാൻ നമുക്ക് ആവശ്യമുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തെക്കുറിച്ച് അത് ഞങ്ങളുടെ സംസ്കാരമാണ് എന്ന് പറയാൻ സാധിക്കുമോ എന്ന്. ബിബ്ലിക്കൽ കൾച്ചർ, ബൈബിൾ അല്ലെങ്കിൽ സത്യവേദപുസ്തകം അനുശാസിക്കുന്ന കൾച്ചർ എന്നങ്ങനെ ഒരു കൾച്ചർ ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിൾ കാലയളവുകളിൽ സമൂഹത്തിന് ഒരു സാംസ്കാരിക ചട്ടക്കൂട് ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ബൈബിളിൻ്റെ കൾച്ചർ, ബിബ്ലിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം അതിന് കൊടുക്കാം. ബൈബിളിൽ കാണുന്ന ബൈബിൾ സമയങ്ങളിലെ സാംസ്കാരിക ആചാരങ്ങൾ എന്നുള്ളതിനേക്കാൾ ബൈബിൾ അനുസരിച്ചുള്ള, ബൈബിളിലെ സത്യങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ചുള്ള ജീവിതശൈലി, ആചാരം, ആ അർത്ഥത്തിൽ പറയാം. അപ്പോൾ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നടപടി വേദവചനപരമാണോ, അധിഷ്ഠിതമാണോ, അതിനെ ലംഘിക്കുന്നതാണോ എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാൻ സാധിക്കും. അത് ചോദിച്ച് കണ്ടുപിടിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. ക്രിസ്ത്യൻ കൾച്ചർ എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ കൾച്ചർ ആണോ എന്നുള്ള വേറൊരു ചോദ്യം. നോർത്ത് ഇന്ത്യയിൽ ഒരിക്കൽ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നോയിൽ അവിടെയുള്ള ഒരു ഒരു വലിയ തുണിക്കടയെ കുറിച്ച് ഇങ്ങനെ പരസ്യം കണ്ടതായിട്ട് ഓർക്കുന്നു. പരസ്യം ചുരുക്കത്തിൽ ഇതാണ്: ഞങ്ങളുടെ വസ്ത്രാലയത്തിൽ ക്രിസ്തീയ വിവാഹത്തിനുള്ള
അതിന് യോജിച്ച എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും വിശേഷ വസ്ത്രങ്ങളും ലഭ്യമാണെന്നാണ്. പക്ഷെ അവിടെ അവിടെ ചെന്നാൽ കാണാൻ സാധിക്കുന്നത് പാശ്ചാത്യരായ മനുഷ്യർ, ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നവർ, പാശ്ചാത്യരായ ആളുകൾ വിവാഹം നടത്തുമ്പോൾ അതിന് പതിവായി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിനെ ക്രിസ്ത്യൻ വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ എന്ന് അവർ പറഞ്ഞു. അതാണ് അവരുടെ ധാരണ. നമുക്കതിനെ തെറ്റിദ്ധാരണ എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഒരു വിവാഹം ക്രിസ്തീയമാകുന്നുവെന്നോ, അത് ധരിച്ചില്ലെങ്കിൽ, അങ്ങനെ തന്നെ ധരിച്ചില്ലെങ്കിൽ ആ വിവാഹം ക്രിസ്തീയമല്ലെന്നോ അങ്ങനെ പറയുന്നത് ശരിയായിരിക്കില്ലല്ലോ. എന്നാൽ സാധാരണ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ജൂഡിയോ ക്രിസ്ത്യൻ കൾച്ചർ എന്നിങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അത് അനിവാര്യമായ ഒരു കാര്യമാണ്. അതേ വാക്ക് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ പിന്നിലുള്ള ആശയം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ജൂഡിയോ ക്രിസ്ത്യൻ കൾച്ചർ, വിശുദ്ധ വേദപുസ്തകം ഗൗരവമായി എടുക്കുന്ന ആളുകളാണ് യാഥാസ്ഥിതികരായ യഹൂദന്മാർ. പഴയ നിയമത്തെയാണ് അവർ വേദപുസ്തകമായി കണക്കാക്കുന്നത്. പഴയ നിയമത്തെ ഉപേക്ഷിക്കാതെ അതിനോട് പുതിയ നിയമവും കൂടെ ചേർത്ത് സമ്പൂർണ്ണ വേദപുസ്തകത്തെ ഇരിക്കുന്നവരാണ് യാഥാസ്ഥിതികരായ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് പഴയ പുതിയ നിയമങ്ങളിലെ സത്യങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ ഉരുവായി വന്നിട്ടുള്ള ഒരു സാംസ്കാരിക രീതി ചരിത്രം പഠിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആകത്തുകയെ ആണ് ജൂഡിയോ ക്രിസ്ത്യൻ, യഹൂദ ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ അനുശാസിക്കുന്ന എന്ന് പറയുന്നതിനേക്കാൾ ബൈബിളിൻ്റെ മൂല്യങ്ങളെ കാലാകാലങ്ങളായി പ്രതിഫലിപ്പിക്കുന്ന ജനതകളുടെ സംസ്കാരങ്ങളിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് അതിൻ്റെ ആകത്തുകയായി പറയാൻ കൊള്ളാവുന്ന ഒരു വാക്കാണ് യഹൂദ ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരത്തിന് നമ്മൾ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ സംസ്കാരങ്ങളൊന്നും പാരമ്പര്യങ്ങളും രീതികളും അതിലൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല എന്ന് പറയാൻ ശ്രമിച്ചാൽ, ഞങ്ങൾക്ക് പ്രത്യേക വസ്ത്രമില്ല, ഞങ്ങൾക്ക് പ്രത്യേക ആചാരങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ വിപ്ലവകരമെന്ന് തോന്നിക്കുന്ന ആശയങ്ങളൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സമൂഹം അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചാൽ മിക്കവാറും അത് നടക്കുകയില്ല. ഉദാഹരണങ്ങൾ നോക്കിയാൽ നടന്നിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കൾച്ചറൽ വാക്യൂം, സംസ്കാരത്തിൻ്റെ മേഖലയിൽ ഒരു ശൂന്യത സൃഷ്ടിച്ച് ഇരിക്കാനാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ നാം ശ്രമിക്കുക. നമുക്കറിയാമല്ലോ, ശൂന്യത സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് വളരെ വിഷമമാണ്. ശൂന്യത സൃഷ്ടിക്കാൻ പ്രയാസമാണ്. എങ്ങനെയെങ്കിലും പണിപ്പെട്ട് സൃഷ്ടിച്ചാൽ അതങ്ങനെ സൂക്ഷിക്കാനും പ്രയാസമാണ്. ശൂന്യത പെട്ടെന്ന് നഷ്ടപ്പെടും.
അതിലേക്ക് സാധാരണ വായു ഇരച്ചു കയറി അതിനെ നിറയ്ക്കും. അത് തന്നെ സംസ്കാരത്തിൻ്റെ മേഖലയിലും സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് വസ്ത്രധാരണത്തെ കുറിച്ച് ചില വിശ്വാസികള്, ചില ക്രിസ്തീയ കൂട്ടങ്ങൾ പല രീതിയിൽ ചിന്തിക്കാനും അവർക്ക് ചുറ്റുമുള്ള സംസ്കാരങ്ങളിൽ നിന്ന് മാറാനും ഒക്കെ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാം. ചിലർ ആഭരണം ധരിക്കേണ്ടെന്ന് വെച്ചു, ചിലര് വസ്ത്രം, നിറമുള്ള വസ്ത്രം, തിളങ്ങുന്ന വസ്ത്രം ഒക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് ഉണ്ടാകുന്നത്? ആ സമൂഹത്തിൽ ഒരു നിറത്തിന് പകരം വേറൊരു നിറം, അല്ലെങ്കിൽ വെള്ളവസ്ത്രത്തിന്റെ ഒരു അനുയായികളായി, വെള്ളവസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിക്കുന്നവരായി അവരങ്ങനെ തീരുന്നു. അപ്പൊ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഒരു സാംസ്കാരിക ആചാരത്തെ മാറ്റി വേറൊന്ന് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സാംസ്കാരികത ഇല്ലാതെ ഒരു സമൂഹത്തിന് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ഇത് നമ്മളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, എല്ലാവരും. അപ്പൊ ഈ ഒന്നാമത് വിശ്വാസികളായ നമുക്ക് ചെയ്യാനുള്ളത് കൾച്ചർ എന്ന കാര്യത്തെക്കുറിച്ച് സത്യസന്ധമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയും. അങ്ങനെ ഒരു ഒറ്റ കൾച്ചറിനെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഏകശിലാത്മകത നമ്മുടെ ദേശത്തിനില്ല. വളരെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും സാംസ്കാരികതയും ഒക്കെ നിലനിൽക്കുന്ന വ്യത്യസ്തങ്ങളായ കൂട്ടത്തിൽ പെടാവുന്ന ആളുകളാണ് നമ്മൾ ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കുന്ന ഈ രാഷ്ട്രത്തിലുള്ളത്. അതെല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇന്ത്യൻ കൾച്ചർ എന്നും മറ്റും പറയാൻ സാധിക്കുകയില്ല. പറഞ്ഞാൽ ഇന്ത്യയിലെ സാംസ്കാരികതകളുടെ ഒരു ആകത്തുകയെന്നോ അതിലെ കോമൺ ആയിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളെന്നോ ഒക്കെ പറയാം. എങ്കിലും ഇന്ത്യൻ കൾച്ചർ എന്ന് പറയാറുണ്ട്, ഭാരതീയ സംസ്കാരം എന്ന് പറയാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ എന്ന് പറയുന്നതും ഹിന്ദു എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നവരുണ്ട്. പക്ഷേ ചരിത്രപരമായി ചിന്തിച്ചാൽ ഇത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് ഭാരതീയ സംസ്കാരത്തെ, ഇന്ത്യൻ കൾച്ചറിനെ ഹിന്ദു കൾച്ചർ എന്ന് പറഞ്ഞാലും ആ നിലയിൽ തെറ്റില്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമാണോ ഇല്ലയോ എന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വരിക. ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമല്ലെന്ന് വളരെ പണ്ഡിതന്മാരായ ആളുകൾ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ തുടങ്ങിയതായ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വായനയിൽ ഹിന്ദു എന്ന് പറയുന്നതിനെ ഒരു മതത്തെക്കാൾ സംസ്കാരമായി കാണണമെന്ന് നമ്മുടെ സുപ്രീം കോടതി തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന ഈ ജീവിതശൈലി സംബന്ധമായ കാര്യങ്ങളെ ഇന്ത്യൻ കൾച്ചർ എന്ന രീതിയിൽ മനസ്സിലാക്കി നമുക്കതിനോട് പ്രതികരിക്കുവാൻ സാധിക്കേണ്ടതാണ്. ബൈബിളിലെ ആ ഒരു ജീവിതശൈലിയും കൾച്ചറും ഒക്കെ നോക്കുമ്പോൾ, ജൂഡിയോ ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നതിനെ നമ്മൾ നോക്കുമ്പോൾ, ഇന്ത്യയിലെ കൾച്ചറുമായി
ഒരുപാട് മേഖലകളിൽ അത് യോജിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിൽ. ഉദാഹരണത്തിന്, കൾച്ചർ പഠിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ കൾച്ചറിൽ പ്രായമുള്ളവർക്ക് വലിയ ബഹുമാനമാണെന്ന്. അത് തന്നെയാണല്ലോ പഴയ നിയമത്തിൽ നാം കാണുന്നത്. പ്രായമുള്ളവരെ ബഹുമാനിക്കണം, തല നരച്ച ആൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ നമ്മുടെ പുസ്തകത്തിലല്ലേ ഉള്ളത്. അപ്പനമ്മമാരെ ബഹുമാനിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ പുസ്തകത്തിലുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹിതരാണെങ്കിൽ അവർ പതിവ്രതകളായിരിക്കണം എന്നുള്ള കാര്യം ബൈബിളിലുണ്ട്. ബൈബിളിൽ കാണുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ഹൈന്ദവ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരുപക്ഷെ ഹൈന്ദവം എന്ന് പറയുന്നതിനെ ഒരു മറ്റു മതങ്ങളെപ്പോലുള്ള ഒരു മതമായി കാണാതെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താ പദ്ധതിയും സംസ്കാരവുമായി കണ്ടാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇന്ത്യയെ മുഴുവൻ ഹൈന്ദവവൽക്കരിക്കാൻ ഒരു പ്രത്യേക ആശയക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറിച്ചല്ല പറയുന്നത്. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആചാര്യന്മാർ ദൈവാസ്തിത്വത്തിൽ പോലും വിശ്വസിക്കാതെ ഉള്ള ആളുകളാണ്. അവരുടെ ആശയം വളരെ വ്യത്യസ്തമാണ് എന്ന് ഞാനിങ്ങനെ സാന്ദർഭികമായി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചിന്തിക്കാനുള്ളത് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന ഭാരതീയ സംസ്കാരം, ഇന്ത്യൻ സംസ്കാരം എന്നൊക്കെ പറയാവുന്ന കാര്യമാണ്. ഭാരതീയ സംസ്കാരത്തിലെ ഒരാശയം ഒന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം എന്നുള്ള നിലയിൽ ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. ഹൈന്ദവ എഴുത്തുകൾ അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവിതം, ആ ജീവിതത്തെ 4 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. 4 ആശ്രമങ്ങൾ എന്നാണ് അവർ പറയാറ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തേത് ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മചര്യം എന്നാണ് പറയുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അവിവാഹിത അവസ്ഥ എന്നാണല്ലോ നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്. ഒരു 25 വയസ്സിലുള്ള സമയത്തിനാണ് ബ്രഹ്മചര്യം എന്ന് പൊതുവിൽ അവർ പറയുന്നത്. എന്നാൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം എന്ന് തന്നെയാണ്. ബ്രഹ്മാവ്, അവരുടെ ഭാഷയിൽ ദൈവം, ബ്രഹ്മാവിൻ്റെ കൂടെ ചരിക്കുന്ന കാലം, വേറെ ആരുടെയും കൂടെ അല്ല, ഒരു സ്ത്രീയുടെ കൂടെ അല്ല. ഉദാഹരണത്തിന്, അങ്ങനെ ദൈവത്തോടടുത്ത് ദൈവിക കാര്യങ്ങൾ പഠിച്ച് വളരാനുള്ള, ദൈവിക കാര്യങ്ങൾ മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാലം അത് തന്നെയാണ്. അതിനെ ബ്രഹ്മചര്യം എന്ന് വിളിക്കും. അടുത്തതിനെ ഗൃഹസ്ഥം എന്നാണ് പറയുന്നത്. ഗൃഹസ്ഥം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ബ്രഹ്മചാരി ഒരു ബ്രഹ്മചാരിണിയും 2 പേരും കൂടി ഒരു ഗ്രഹം അല്ലെങ്കിൽ കുടുംബം സ്ഥാപിക്കുന്നു. അപ്പോൾ അവൻ്റെ ശ്രദ്ധ പഠനത്തിൽ മാത്രമാകാതെ, അതിൽ നിന്ന് മാറി, പിന്നെ പഠിക്കരുതെന്നല്ല, അതിൽ നിന്ന് മാറി ഭാര്യയെ പ്രസാദിപ്പിക്കുക, മക്കളെ ജനിപ്പിക്കുക, മക്കളെ വളർത്തുക, കുടുംബത്തിൻ്റെ സന്ധാരണത്തിന് ആവശ്യമായ അധ്വാനം ചെയ്യുക, അങ്ങനെ കുടുംബത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഈ ഗൃഹസ്ഥം എന്ന അവസ്ഥയിൽ മനുഷ്യന് ചെയ്യാനുള്ളത്. അതിന് പരിധിയൊന്നും വെച്ചിട്ടില്ല. എങ്കിലും
വാർദ്ധക്യമാകുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പ് തൻ്റെ മക്കളോട് മാതാപിതാക്കന്മാരെന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നന്നായി അവസാനിപ്പിക്കുന്ന കാലം വരുമ്പോൾ അത് അദ്ദേഹം അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് വാനപ്രസ്ഥം എന്നാണ് പറയുന്നത്. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ അത് തന്നെ വനത്തിൽ, കാട്ടിൽ പോയി ജീവിക്കുക, നടക്കുക, അങ്ങനെയുള്ള അവസ്ഥ. വീട് വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യം ആ സമയത്ത് മനുഷ്യനുണ്ട്. വീട്ടിലിരുന്നാലും താനൊരു വീട്ടിലെ കാരണവരായി, എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ഒരു ആചാര്യനായി, ഒരു ഉപദേശകന്റെ പദവിയിലേക്ക് മാറുകയാണ്. വാനപ്രസ്ഥം 75 വയസ്സ് വരെ എന്നാണ് സാധാരണ കണക്ക് കൂട്ടുന്നത്. 100 വർഷമാണ് മനുഷ്യന്റെ ആയുസ്സെന്നും അവർ ചിന്തിക്കുന്നു. ഈ വാനപ്രസ്ഥം കഴിഞ്ഞാൽ പിന്നെ സന്യാസമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങളോടും ആത്മീയ കാര്യങ്ങളോടും മോക്ഷ സംബന്ധിയായ കാര്യങ്ങളോടുമൊക്കെ കൂടുതൽ താല്പര്യം, അതിൽ തന്നെ താല്പര്യം, അതോടുകൂടെ ലൗകിക സുഖങ്ങളോടും ജഡിക സുഖങ്ങളോടുമൊക്കെ കഴിയാവുന്നതും അകലെ നിൽക്കുക. അങ്ങനെ ഒരു ആശയമാണ് അവർക്കുള്ളത്. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കണക്കല്ല എന്നിരുന്നാലും നമുക്കറിയാമല്ലോ, സാധാരണ മനുഷ്യൻ അങ്ങനെയൊക്കെയാണ്. ആദ്യം വിദ്യാഭ്യാസം, പിന്നെ കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. അതിനുശേഷം കുറച്ചും കൂടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കുറവ് സമയം വീടിനും കൂടുതൽ സമയം സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ ആയിട്ട് കൊടുക്കുന്നു. വളരെ പ്രായമാകുമ്പോൾ കൂടുതൽ ധ്യാനങ്ങളും ഒക്കെ ആയി ആരോഗ്യം അനുവദിക്കുന്നത് പോലെ ജീവിക്കുന്നു. അങ്ങനെ ഇതൊക്കെ ഇവിടുത്തെ സംസ്കാരത്തിന് പേരിട്ട് അതിനെ പഠിച്ച ആളുകൾ അങ്ങനെ അതിനെ വിളിച്ചതാണ്. നമുക്ക് നമ്മുടെ ബൈബിളിലെ മൂല്യങ്ങളെ ഇതിലേക്കൊക്കെ കൊണ്ടുവരുവാൻ സാധിക്കും. ഇതിന് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യം, എല്ലാ കാര്യങ്ങൾക്കും പുതിയ പേരിടുക. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്നാൽ പേരിൽ അർത്ഥമുണ്ടെന്ന് നമുക്കറിയാം. അവരവരുടെ ആശയങ്ങൾക്കനുസരിച്ചുള്ള പേരുകൾ ഇടുകയാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യന്റെ ജീവിതത്തിന്റെ 4 ആശ്രമങ്ങളെ അവിടെ കാണുന്നതില് അതിനെന്താണ് ചെയ്യേണ്ടത്? ഈ 4 നമ്മൾ നിഷേധിക്കുകയാണോ വേണ്ടത്? അതിന്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ഉള്ളിടത്തോളം വാസ്തവം അല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിലേക്ക് സനാതനമായ വേദമൂല്യങ്ങൾ, ബൈബിളിലെ വാല്യൂസ് കയറ്റി വിട്ടാൽ പോരെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇതുപോലെ തന്നെ 4 പുരുഷാർത്ഥങ്ങൾ എന്നൊരു പറച്ചിൽ ഹൈന്ദവർക്കുണ്ട്. 4 പുരുഷാർത്ഥങ്ങൾ. പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ ആഗ്രഹിച്ച് പ്രയത്നിച്ച് ജീവിത ലക്ഷ്യമാക്കേണ്ട 4 കാര്യങ്ങളെന്നാണ് അതിൻ്റെ വിവക്ഷ. 4 പുരുഷാർത്ഥങ്ങളിൽ 1 ധർമ്മം, 2 അർത്ഥം, 3 കാമം, 4 മോക്ഷം. ജീവിതത്തിൽ ലക്ഷ്യമാക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളായിട്ടാണ്. നമുക്ക് ഇതും മനുഷ്യന്റെ ജീവിതത്തിന് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുകയാണ് വേണ്ടത്. 1 ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ ഹൈന്ദവാശയം വ്യത്യസ്തമാണ്, എങ്കിലും തീരെ നിരക്കാത്തതല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണോ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് അത് ധർമ്മം. അതിന് വിപരീതമായിട്ടുള്ളത് അധർമ്മം. അപ്പോൾ ആ നിലയിൽ
ധർമ്മം പുരുഷാർത്ഥമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവായ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് വേണ്ടി ശരിയെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് നിർവഹിക്കുന്നവനായിരിക്കുക. അപ്പോഴാണ് ഞാനൊരു ധർമ്മം പ്രവർത്തിക്കുന്നവനായി ചേരുന്നത്. നമ്മൾ ഈ വീട്ടിലൊക്കെ ഭിക്ഷ യാചിച്ചു അവരെ ധർമ്മക്കാരെന്ന് വിളിക്കുകയും അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് ധർമ്മം കൊടുക്കുക എന്നും പറയുന്ന ഒരു രീതി നമുക്കുണ്ട്. അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ലാത്തവന് ഉള്ളവൻ കൊടുക്കണമെന്നുള്ളത് അവന്റെ ധർമ്മമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ധർമ്മം എന്ന കാര്യം ജീവിതത്തിന്റെ ലക്ഷ്യമാക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു കാലയളവിലേക്കല്ല, അത് ജീവിതത്തിന്റെ എല്ലാ ആശ്രമങ്ങളിലും, മറ്റേ ഭാഷ ഞാൻ ഉപയോഗിക്കുകയാണ്, പാലിക്കേണ്ടതാണ്. തെറ്റായ കാര്യം ഒരിക്കലും ചെയ്യാൻ അനുവാദമില്ല. എപ്പോഴും ധർമ്മമേ ചെയ്യാൻ അനുവാദമുള്ളൂ. ഹൈന്ദവർക്ക് പറ്റുന്ന പ്രശ്നം അവർ ധർമ്മം നിശ്ചയിക്കുന്നതിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈന്ദവർ മതത്തെ ധർമ്മം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ മതപരിവർത്തനം എന്ന് പറയുന്നത് അവരൊക്കെ ധർമ്മപരിവർത്തനം എന്നാണ് പറയുന്നത്. മതത്തെ അവർ മതമായിട്ടല്ല ധർമ്മമായിട്ടാണ് കാണുന്നത്. മതം എന്ന് പറയുന്നത് നമ്മുടെ അഭിപ്രായം എന്ന അർത്ഥമാണല്ലോ. മനസ്സിലുണ്ടായത് മതം, അഭിമതം. എന്നാൽ അവരങ്ങനെയല്ല, അതിനെ ധർമ്മമായി കാണുന്നു. ഒരുപക്ഷെ അവരുടെ തെറ്റ് മതത്തെ ധർമ്മമായി കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗുണം, ക്രിസ്ത്യാനികൾക്കുള്ള ഗുണം ധർമ്മത്തെ മതമായി കാണുന്നു എന്നുള്ളതാണ്. അതായത് കർത്താവ് നിശ്ചയിച്ച് ആക്കിയ ധർമ്മം, മോറൽ ഡ്യൂട്ടീസ്, അതിനെ ഞാൻ എൻ്റെ മതമായി, മാർഗമായി അംഗീകരിക്കുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. സനാതന ധർമ്മം എന്നൊക്കെയുള്ള പേര് അവരാണ് എടുക്കാറ്. യഥാർത്ഥത്തിൽ സൃഷ്ടാവായ ദൈവം ആദാമിനും ഹവ്വയ്ക്കും അവരോട് ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തതെന്ത്, ധർമ്മമെന്ത്, അധർമ്മമെന്ത് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദൈവം മനുഷ്യനു വേണ്ടി നിശ്ചയിച്ചാക്കിയ ശരിതെറ്റുകളുടെ ആകത്തുകയല്ലേ സനാതന ധർമ്മം. അല്ലാതെ എന്താകും? നമുക്ക് യഥാർത്ഥത്തിൽ മതമല്ല വേണ്ടത്, സനാതന ധർമ്മമാണ് വേണ്ടത്. ആ പേരവർ മോഷ്ടിച്ചെടുത്തിരിക്കുകയാണെങ്കിലും അത് നമുക്ക് പറ്റിയ പേരാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പുരുഷാർത്ഥങ്ങളിൽ ആദ്യം ധർമ്മമാണെങ്കിൽ രണ്ടാമത്തേത് അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വത്തും സമ്പത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ലക്ഷ്യമാക്കണം. അത് ലക്ഷ്യമാക്കാത്തവൻ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കള്ളനാകും, കൊള്ളക്കാരനാകും. അതുകൊണ്ട് ഒരളവോളം വസ്തുസമ്പത്തുകൾ സമ്പാദിച്ച് തനിക്കും തനിക്കുള്ളവർക്കും വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ ലക്ഷ്യമാക്കേണ്ടത് ആവശ്യമാണല്ലോ. നല്ല മനുഷ്യരെല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ജോലി ചെയ്ത് ജീവിക്കുക, എനിക്ക് ഉത്തരവാദിത്വമുള്ളവരെ പാലിക്കുക, മറ്റുള്ളവരെ അധികം ആശ്രയിക്കാതെ, മക്കളെ ആയാൽ പോലും ആശ്രയിക്കാതെ ജീവിക്കുക. ഇതൊക്കെ നല്ല ആളുകൾക്കുള്ള ആശയങ്ങളാണ്. അത് ബൈബിളിലെ ആശയങ്ങളും മൂല്യങ്ങളുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പുരുഷാർത്ഥങ്ങൾ 4 എന്ന് പറയുന്നത് അതിലെ രണ്ടാമത്തെ 1ഉം 2ഉം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. 3 കാമം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹമെന്നേ അർത്ഥമുള്ളൂ. വസ്തുക്കളോടുള്ള കാമം ആഗ്രഹമാകാം, വ്യക്തികളോടുള്ളതാകാം, സ്ത്രീകളോട് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകളോടും ഉള്ളതാകാം. ഏതായാലും അതൊക്കെ ആഗ്രഹങ്ങളുടെ പട്ടികയിലാണ് വരുന്നത്. കാമമില്ലാതെ നിഷ്കാമ ജീവിതം, ആഗ്രഹങ്ങളില്ലാത്ത ജീവിതത്തെ ആദർശവൽക്കരിച്ചത് ബൈബിളിലെ പ്രവാചകന്മാരല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഹാനായ വ്യക്തി ശ്രീ ബുദ്ധൻ എന്ന് വിളിക്കുന്ന ആളാണ്. അത് നമുക്ക് ചേരുന്ന പ്രമാണമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കാമമില്ലാതെ ജീവിക്കാനല്ല
ദുഷ്കാമമില്ലാതെ ജീവിക്കാനാണ്. നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും അത് നിറവേറ്റുന്നതിനായി ധാർമ്മികമായ മാർഗങ്ങൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് കർത്താവ് നമുക്ക് അനുശാസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 4 പുരുഷാർത്ഥങ്ങളിലൊന്നായ കാമത്തെ ബൈബിളിൻ്റെ അർത്ഥവ്യാപ്തിയിൽ വ്യാഖ്യാനിച്ച് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത് മോക്ഷം. മോക്ഷം ഒരു വ്യക്തി എപ്പോഴും ആഗ്രഹിക്കേണ്ടതാണ്, പിന്തുടരേണ്ടതാണ്, ലക്ഷ്യമിടേണ്ടതാണ്. വാർദ്ധക്യത്തിൽ മാത്രമല്ല, എപ്പോഴും അങ്ങനെയാണ്. ധർമ്മത്തിന്റെ വഴികൾ നടക്കുമ്പോൾ അത് തന്നെയാണ് മോക്ഷത്തിന്റെ വഴി. ഞാൻ പറഞ്ഞത്, നമ്മുടെ സംസ്കാരത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന പദാവലിയും ആശയങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ കുറവുകളെ മനസ്സിലാക്കി അതിനെ നികത്തുകയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പാരമ്പര്യമായി ഭാരതീയ സംസ്കാരത്തിലുള്ള പലതിനെയും പരിഗണിക്കാതെ തള്ളിക്കളയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന വാക്വം, ശൂന്യതയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആശയങ്ങളും രീതികളും ഒക്കെ കടന്നു വരികയും അതിനെ നാം ആധുനികത എന്ന് നല്ല പേര് കൊടുക്കുകയും ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. നമ്മുടെ രാജ്യം സാംസ്കാരികതയുടെ മേഖലയിൽ വളരെ സമ്പന്നമാണ്. പക്ഷെ അതിനെന്താണ് കുറവുള്ളതെന്ന് ചിന്തിക്കാതെ പറ്റുകയില്ല. അതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തിൽ വന്നത്, ദൈവം ഇന്ന് ലോകത്തെക്കുറിച്ച് പ്ലാനിട്ടിരിക്കുന്നത് ചില വ്യക്തികളെ അവിടെയും ഇവിടെയും ഒക്കെ മാറ്റി അവരെ സ്വർഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതല്ല. കർത്താവ് യേശു പ്രസംഗിച്ചത് കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. പത്രോസ് പറയുന്നത് നീതി വസിക്കുന്ന, അല്ലെങ്കിൽ ധാർമ്മികത. ഈ നീതി വസിക്കുന്ന എന്നുള്ള നീതിക്ക് ഹിന്ദി ബൈബിളിലെ ധാർമ്മികത, സംസ്കൃത ബൈബിളിലൊക്കെ അങ്ങനെയാണ്. ധാർമ്മികത വാസം ചെയ്യുന്ന, ധർമ്മത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റി പറഞ്ഞത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പൊ അങ്ങനെ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവുക, അതിൽ വസിക്കുവാൻ മനുഷ്യർ പുതുതായി തീരുക, ആ മനുഷ്യരെ പുതുതാക്കി വീണ്ടും ജനിപ്പിച്ച് ഒരു പുതിയ ലോകം ഉണ്ടാക്കുകയാണ് കർത്താവിൻ്റെ ലക്ഷ്യം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ ചുറ്റുമുള്ള സംസ്കാരമാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്ന ചിലർ അതിൽ വളരെ കണക്ക് വിട്ട് അഭിമാനിക്കുന്നവരാണ്. അവർക്ക് അതിലെ തിന്മകളെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കയ്യിൽ വേദപുസ്തകം ഉള്ളത് കൊണ്ട് അതിലെ തിന്മകളെ നമുക്ക് നന്നായി കാണാൻ സാധിക്കും. ബൈബിളിലെ സത്യങ്ങളാണ് നമ്മെ സംബന്ധിച്ച് നിലനിൽക്കുന്ന മൂല്യങ്ങളായി മാറുന്നത്. ആ മൂല്യങ്ങള് ഭാരതീയ സംസ്കാരത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ അടുത്തടുത്ത് വരുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. 2 കാര്യങ്ങൾ സംഭവിച്ചിരിക്കണം. ഒന്ന്, നിലവിലുള്ള സംസ്കാരത്തിലെ അതിൻ്റെ ഒരു ശുദ്ധീകരണം നടക്കേണ്ടത് ആവശ്യമാണ്. തെറ്റായ മൂല്യങ്ങൾ അതിലുള്ളത് മാറ്റിക്കളയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കാര്യമായ വ്യത്യാസം വരും. പ്രത്യേകിച്ച് ഉള്ളിലാണ് മാറ്റങ്ങൾ ധാരാളം വരിക, പുറത്തല്ല. ധരിക്കുന്ന വസ്ത്രത്തിലോ സംസാരിക്കുന്ന ഭാഷയിലോ വരുന്ന മാറ്റത്തേക്കാൾ വളരെ കൂടുതൽ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ വരും. അത് വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അവിടെ ഒരു കൾച്ചറിനെ മാറ്റി വേറൊരു കൾച്ചറാക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ശുദ്ധീകരിച്ച് ദൈവസ്വീകാര്യമാക്കി, ദൈവസന്നിധിയിൽ സ്വീകാര്യമാക്കി തീർക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ
സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എന്നോട് ഒരു ദേവദാസൻ പറഞ്ഞത്, ഇന്ത്യൻ സമൂഹത്തെ, ആ സമൂഹത്തിലേക്ക് ഒരു ജീൻ ട്രാൻസ്പ്ലാന്റ് നടത്തി, ക്രിസ്ത്യൻ ജീനിന്റെ ട്രാൻസ്പ്ലാന്റ് നടത്തി, ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തി അതിനെ പുതുക്കി ശ്രേഷ്ഠമാക്കി എടുക്കാൻ സാധിക്കണം എന്നാണ്. അതായത് നമ്മുടെ ദേശത്ത് ജനങ്ങൾ ബൈബിൾ മനസ്സിലാക്കുമ്പോൾ, ബൈബിളിലെ സത്യങ്ങളെ ഗ്രഹിക്കുമ്പോൾ, അവരതിൻ്റെ സ്വാധീനത്തിൽ വരുമ്പോൾ, ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഉള്ളിൽ നിന്ന് മാറ്റം വന്ന് അത് പുറമെ പ്രകടമായി തീരും. അപ്പോൾ ആരാധന എന്നുള്ളതിന് പൂജ എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പ്രാർത്ഥന, ഭജനം, ഈ വാക്കുകളിലല്ല പ്രശ്നം, ആരെയാണ് പൂജിക്കുന്നത്. ഞങ്ങൾ അലഹബാദിലൊരു സ്ഥലം മേടിച്ച് കെട്ടിടം പണിയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് ക്രിസ്തീയ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഞങ്ങളവിടെ പായ വിരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ട ആളുകളിലെ ഹൈന്ദവർ പറഞ്ഞു, അതാ നിങ്ങളുടെ ഭൂമി പൂജ കഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതുവരെ ചിന്തിച്ചിരുന്നത് ഭൂമി പൂജ എന്ന് പറഞ്ഞാൽ ഭൂമിയെ പൂജിക്കുക എന്നാണെന്നാണ്. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നു, ഞങ്ങളൊക്കെ ഭൂമി പൂജ എന്ന് പറഞ്ഞാൽ ഭൂമിയെ പൂജിക്കുക എന്നല്ല, ഭൂമിയിൽ വെച്ച് ഈശ്വരനെ പൂജിക്കുക എന്നാണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് അന്ന് ഞങ്ങളുടെ സ്ഥലത്തിന് ഭൂമി പൂജ നടത്തിയെന്ന് പറയാൻ എനിക്ക് അതിനുശേഷം ബുദ്ധിമുട്ടില്ല. വാക്കിലല്ല, ആ വാക്കിന്റെ അർത്ഥത്തിലാണ് കാര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ക്രിസ്തീയ മാർഗത്തിനെതിരായി ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം, ഇതൊരു വിദേശ മതമാണെന്നാണ്. നമ്മെ എതിർക്കുന്നവർ അവരെതിർക്കുന്നത് സത്യം, സ്വാതന്ത്ര്യം, സാഹോദര്യം, താഴ്മ തുടങ്ങിയ ബൈബിൾ വിലമതിക്കുന്ന, നാം പ്രസംഗിക്കുന്ന മൂല്യങ്ങളെയല്ല. എന്തോ നമ്മുടെ സംസാരത്തിലും രീതികളിലും അവരൊരു വിദേശീയത കാണുന്നുണ്ട്. എന്താണ് പള്ളി എന്ന് പറയാൻ മടിയും ചർച്ചെന്ന് പറയാൻ സന്തോഷവും ഉള്ളത്? നമ്മൾ സ്വയം വിമർശിച്ച് ചോദിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, പുറമേ ഉള്ളതിന് മാറ്റം വരത്തക്ക വിധത്തിൽ അകമേ മൂല്യങ്ങൾ കുത്തിവെച്ച്, മൂല്യങ്ങളെ നിറച്ച് സംസ്കാരങ്ങളെ ശുദ്ധീകരിക്കുകയും ആ സംസ്കാരങ്ങളെ പുനർജീവിപ്പിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മഹാദൗത്യം എന്ന് മഹാനിയോഗം, അന്ത്യനിയോഗം, മഹാദൗത്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാര്യമുണ്ടല്ലോ. എന്താണത്? സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സകല ജാതികളെയും സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്നല്ല, സകല ജാതികളെയും ശിഷ്യരാക്കുക. നമുക്കറിയാം, ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ പിന്തുടരുന്ന ജീവിത ശൈലിയാണ്. അതിൽ തീർച്ചയായിട്ടും സാംസ്കാരികമായ തലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കൾച്ചറിനെ സ്വാധീനിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയട്ടെ, എങ്ങനെയാണ് സകല ജാതികളെയും അല്ലെങ്കിൽ ഭാരതീയ ജനവർഗത്തെ, ജനപദങ്ങളെ നാം ശിഷ്യപ്പെടുത്തേണ്ടത്? അതിലെ അശുദ്ധിയെയും ദോഷത്തെയും നീക്കിക്കളഞ്ഞ് തൽസ്ഥാനത്ത് ക്രിസ്തീയ മൂല്യങ്ങളെ പ്രതിഷ്ഠിച്ച് ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് പോലെ ചെയ്യുന്നത് വഴിയല്ലേ? പരിശുദ്ധാത്മാവ് അതല്ലേ ചെയ്യുന്നത്? നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കാം.
മൂല്യങ്ങൾക്ക്, ബൈബിളിലെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായി നമുക്ക് നിൽക്കാം. അതനുസരിച്ച് നമ്മുടെ ഭാഷയും വേഷവും ആചാര രീതികളും ഒക്കെ മാറട്ടെ. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു വിശ്വാസിയുടെ മരണമുണ്ടായി. അവരുടെ സ്വന്തക്കാരായി അക്രൈസ്തവരായ ആളുകൾ വന്നപ്പോൾ, അധികം പേരും അക്രൈസ്തവരായിരുന്നു, അവർ വന്നപ്പോൾ ഇനി മരിച്ചല്ലോ, മരണശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു, മരിച്ചാൽ ഇനി ഞങ്ങൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മറവ് ചെയ്യാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രാർത്ഥനയുമില്ല, പാട്ടുമില്ല, ഒരു ചടങ്ങുമില്ല, കൂടി വന്ന് ഒരു ഭക്ഷണം കഴിക്കലുമില്ല, ഒന്നുമില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ സമൂഹങ്ങളിലും ഒക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിലാപകാലമുണ്ട്. ആ വിലാപകാലത്ത് പതിവായി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സഹോദരന്മാർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊന്നുമില്ല. ഒരു നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാ. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പരേതാത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഒന്നുമില്ലെന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞവർ കേട്ടതും മനസ്സിലാക്കിയതും ഇവര് മരിച്ചവരെ തീരെ ബഹുമാനിക്കാത്ത, ശവസംസ്കാരം കഴിഞ്ഞാൽ മറന്നു കളയുന്ന ഒരു കൂട്ടം ആളുകളാണെന്ന് അവർക്ക് മനസ്സിലായി പോയാൽ അത് നമ്മുടെ എന്താ അതിനെ പറയേണ്ടത്, ഒരു കൾച്ചറൽ പോവർട്ടി, സാംസ്കാരികമായ ഒരു ദാരിദ്ര്യം എന്ന് ചുരുക്കി പറയുകയാണോ വേണ്ടത്? അതോ നല്ല മൂല്യങ്ങളെ കുത്തി നിറയ്ക്കാനുള്ള വിലയേറിയ ഒരു അവസരം നാം നഷ്ടപ്പെടുത്തിയെന്നാണോ പറയേണ്ടത്? അല്ല, ഞങ്ങൾക്ക് ഇന്ന ദിവസം ഒരു പ്രാർത്ഥന ഉണ്ടെന്നോ ഇന്ന ദിവസം ഒരു ചടങ്ങുണ്ടെന്നോ പറഞ്ഞാൽ അവരൊക്കെ വരാൻ തയ്യാറായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് വിഷയം മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂല്യങ്ങൾ മാറാത്തതാണ്, ബൈബിളിലെ മൂല്യങ്ങൾ മാറാത്തതാണ്, ക്രിസ്തീയ മൂല്യങ്ങൾ മാറാത്തതാണ്. അതിന്റെ കാരണം ദൈവം മാറുന്നില്ല, ദൈവത്തിന്റെ സ്വഭാവം മാറുന്നില്ല, ദൈവത്തിന്റെ മാറ്റമില്ലായ്മ, അപരിവർത്തനീയത. എന്നാൽ സൃഷ്ടി മാറുന്നതാണ്. സൃഷ്ടിയുടെ മാറ്റം സംസ്കാരത്തിന്റെ മാറ്റമാകണം. സംസ്കാരത്തിന്റെ മാറ്റം എപ്പോഴും ദോഷത്തിൽ നിന്ന് നല്ലതിലേക്കും നല്ലതിൽ നിന്ന് കൂടുതൽ ശ്രേഷ്ഠമായതിലേക്കും ആകണം. അത് നമുക്ക് സാധിക്കുന്നത് സുവിശേഷ പ്രസംഗം വഴിയാണ്. ക്രിസ്തീയ മൂല്യങ്ങൾ നാം കുത്തിവെക്കുന്നത് വഴിയാണ്. അങ്ങനെ ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമുക്ക് നല്ല ഫലം തരട്ടെ. നമുക്ക് നമ്മെ അതിനായി സമർപ്പിക്കാം. അത് ചെയ്യുന്ന വഴിയിൽ ബുദ്ധിയോടെ നമുക്കത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സംസ്കാരത്തെ നാം നന്നായി മനസ്സിലാക്കി, അതിലെ തെറ്റുകൾ മനസ്സിലാക്കി ഒഴിവാക്കുകയും അതിന് ശൂന്യത നിലനിൽക്കില്ലെന്നറിഞ്ഞ് അതിലേക്ക് നല്ല ആചാരങ്ങളെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതാണ്. കർത്താവ് അത് ചെയ്യും. നമ്മുടെ ദേശത്തിന് വേണ്ടിയും നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയും അത് ചെയ്യും എന്ന് ആശിച്ചുകൊണ്ട്, അതിനായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിഷയം കാര്യങ്ങൾ വ്യക്തമാണ് പറഞ്ഞത്. നമ്മുടെ സംസ്കാരം എന്നുള്ളത് മാറ്റിമറിക്കുന്നതിനു അതിനുവേണ്ടി അധ്വാനിക്കുന്നതിലുപരി അതിന്റെ കളയും ഒക്കെ പെറുക്കി അതിന് ശുദ്ധീകരിക്കുന്നതിന് പകരം അതിലേക്ക് ക്രൈസ്തവ മൂല്യങ്ങൾ സന്നിവേശിപ്പിക്കുക, അതുവഴി ഫലവത്തായിരിക്കുന്ന നിലയിൽ അതിനെ പരിവർത്തനപ്പെടുത്തുക, അത് നല്ല റിസൾട്ട് ഉണ്ടാക്കും എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത്. നമുക്ക് ചുറ്റുമുള്ളതായിരിക്കുന്ന സംസ്കാരത്തെ നമ്മൾ തള്ളിക്കളയുന്നതിന് പകരം അവയെ ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് അതിനെ പരിവർത്തനപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ആളുകൾക്ക് പല സംശയങ്ങളും ഉണ്ടായിട്ട് ഇരിക്കാൻ കാരണം നമ്മൾ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ചോദിച്ച് നമ്മുടെ ധാരണകൾക്കൊക്കെ ഒരു വ്യക്തത വരുത്താം.